ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ശീലങ്ങൾ അഥവാ ഗുഡ് ഹാബിറ്റ്സിനെ പറ്റി പഠിക്കാം. അതിനായി ഇന്ന് നമ്മോടൊപ്പം ചിന്തനേലിയും ഉണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടുകാരെ, ഞാനാണ് ചിന്തനേലി. നമുക്ക് ഇന്ന് നല്ല ശീലങ്ങൾ അഥവാ ഗുഡ് ഹാബിറ്റ്സിനെ പറ്റി പഠിക്കാം. 1. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്. അതായത് രാവിലെ എഴുന്നേൽക്കുകയും രാത്രി നേരത്തെ ഉറങ്ങുകയും വേണം. 2. ബ്രഷിംഗ് ടീത്ത് ട്വൈസ് എ ഡേ. രാവിലെ ഉണർന്നതിന് ശേഷവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും പല്ല് തേക്കുന്നത് നല്ല ശീലമാണ്. 3. ബാത്തിങ് എവ്രി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. ഇത് കളിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന അഴുക്ക് നീക്കം ചെയ്ത് ശരീരം ശുചിത്വമുള്ളതായിരിക്കാൻ സഹായിക്കുന്നു. 4. കോംബിംഗ് ഹെയർസ്. കുളിച്ചതിന് ശേഷം തലമുടി ചീകി വെക്കുന്നത് നല്ല ശീലമാണ്. 5. ഈറ്റിംഗ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. 6. ഡ്രിങ്കിങ് വാട്ടർ. നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടി ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. 7. വാഷ് ഹാൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് രോഗാണുക്കൾ പടരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നത് നല്ല ശീലമാണ്. അതായത് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും ഭക്ഷണത്തിന് മുൻപും ശേഷവും കളി സമയത്തിന് ശേഷവും ചുമയ്ക്കുകയോ മൂക്കു ചുറ്റുകയോ ചെയ്തതിന് ശേഷവും മൃഗങ്ങളുമായി കളിച്ചതിന് ശേഷവും കൈ കഴുകേണ്ടതുണ്ട്. 8. ഫിസിക്കൽ ആക്ടിവിറ്റി. ദിവസവും വിവിധങ്ങളായ കളികളിൽ ഏർപ്പെടുന്നത് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന നല്ല ശീലമാണ്. 9. റീഡിംഗ് ബുക്സ്. നമ്മുടെ TV, ഫോൺ എന്നിവയുടെ ഉപയോഗം കുറച്ച് കൂടുതൽ സമയം പുസ്തകങ്ങൾ വായിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. അതുകൊണ്ട് തന്നെ ദിവസവും പുസ്തകം വായിക്കുന്നതും നല്ല ശീലമാണ്. 10. ഹെൽപ്പ് ആൻഡ് റെസ്പെക്ട് എൽഡേഴ്സ്. മുതിർന്നവരെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതും നല്ല ശീലങ്ങളിൽ പെടുന്നു. നല്ല ശീലങ്ങളെ പറ്റിയുള്ള ചിന്തനേലിയുടെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് പാലിക്കുമല്ലോ.